Hello all. Today Literature Huddles is in front of you with an introduction to the lesson Nightmare by Malcolm X. We are discussing this lesson in two parts, A and B. Here you will get part A and part B will be uploaded soon. So as usual we can start with the author itself, Malcolm X. Malcolm X was best known as a black nationalist leader, human rights activist and a minister. In the 1950s and 60s, he was the spokesman of an organization known as the Nation of Islam. The Nation of Islam was an organization founded on the ideas of Islam combined with those of the black nationalists. കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ തന്നെ നേതാവ്, മനുഷ്യാവകാശ പ്രവർത്തകൻ, പുരോഹിതൻ എന്നീ നിലകൾ ഫേമസ് ആയിരുന്ന മാൽക്കം എക്സ് നേഷൻ ഓഫ് ഇസ്ലാം എന്ന ഓർഗനൈസേഷന്റെ വക്താവും കൂടിയായിരുന്നു. നേഷൻ ഓഫ് ഇസ്ലാം എന്നത് 1950s ആൻഡ് 60s ബ്ലാക്സ് ആയ നാഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ ദേശീയവാദികളുടെ ഐഡിയാസും ആദർശങ്ങളും ചേർത്ത് സമന്വയിക്കാൻ ശ്രമിച്ച ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. Malcolm X was born Malcolm Little to a Baptist preacher. In his teens, he was accused of burglary and sent to prison. There he came across the teachings of the leader of the Nation of Islam, expanded quickly and immensely. After he withdrew from the organization, he was assassinated by 3 of its members. മാൽക്കം എക്സിന്റെ ടീനേജേഴ്സിൽ ഒരു കൊള്ളയടിക്കൽ ശ്രമത്തിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവിടെ വെച്ച് നേഷൻ ഓഫ് ഇസ്ലാമിന്റെ ലീഡറായിരുന്ന എലീജ മുഹമ്മദിന്റെ ടീച്ചിങ്സിനെ കുറിച്ച് അറിയാനിടയായി. ഈ കാലത്താണ് അദ്ദേഹം മാൽക്കം എക്സ് എന്ന പേര് സ്വീകരിക്കുന്നത്. ഈ ഓർഗനൈസേഷന്റെ വളർച്ചയിൽ മാൽക്കം എക്സ് സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ഓർഗനൈസേഷനിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞു പോരുകയും അതിന് പകരമായി ഈ ഓർഗനൈസേഷനിൽ തന്നെയുള്ള 3 പേര് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. Now we can move to the lesson. So first have an introduction. The lesson under study is the first chapter of Malcolm X's autobiography. As a narrator, he provides us a visual image of the racial violence that existed at that time. Here, he deals with the issues like vandalism, physical assault, poverty, and humiliation. The book gives us an insight into the lives of African Americans in the early 20th century. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ലെസൺ മാൽക്കം എക്സിന്റെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. അക്കാലത്ത് നിലനിന്നിരുന്ന വംശീയ അക്രമങ്ങളുടെ ഒരു ചിത്രമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. ഈ സ്റ്റോറിയിൽ അദ്ദേഹം ഡീൽ ചെയ്യുന്ന മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊതുമുതൽ നശിപ്പിക്കൽ, ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കൽ, ദാരിദ്ര്യം, അപമാനിക്കൽ എന്നിവയൊക്കെയാണ്. 20th സെഞ്ചുറിയിലെ ഫസ്റ്റ് പാർട്ടിൽ ആഫ്രോ അമേരിക്കൻസ് അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചാണ് ഈ ലെസണിൽ മെയിനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ലെസണിലേക്ക് കടക്കാം. ആദ്യം തന്നെ മാൽക്കം എക്സിന്റെ ഫാദറായ റെവറൻഡ് ഏൾ ലിറ്റിൽ നിന്ന് തുടങ്ങാം. Reverend Earl Little is the father of Malcolm X. He was a freelancing Baptist preacher. He had no fixed parish, but was a visiting preacher in many places. He and his family lived on these earnings. As he was supporter of Marcus Garvey, Little often got into troubles for spreading this man's teachings. Like Garvey, Little believed that freedom, independence, and self-respect could never be achieved by the Negroes in America. മാൽക്കം എക്സിന്റെ ഫാദറിന്റെ പേര് ഏൾ ലിറ്റിൽ എന്നായിരുന്നു. ഏൾ ലിറ്റിൽ ഒരു ഫ്രീലാൻസിംഗ് ബാപ്റ്റിസ്റ്റ് പ്രീച്ചർ ആയിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തായിരുന്നു പ്രീച്ചിങ് ഒക്കെ നടത്തിയിരുന്നത്. ഇങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ഏൾ ലിറ്റിലും ഫാമിലിയും ജീവിച്ചിരുന്നത്. അമേരിക്കൻ ബ്ലാക്ക് നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഫൗണ്ടറും അതിന്റെ ലീഡറും ഒക്കെ ആയിരുന്ന മാർക്കസ് ഗാർവേയുടെ ഒരു സപ്പോർട്ടർ കൂടിയായിരുന്നു ഏൾ ലിറ്റിൽ. അതുകൊണ്ട് തന്നെ വൈറ്റ് അമേരിക്കൻസിൽ നിന്ന് ഏൾ ലിറ്റിലിന് മിക്കപ്പോഴും പലതരത്തിലുള്ള ട്രബിൾസ് ഉണ്ടാവുക പതിവായിരുന്നു. അമേരിക്കയിലുള്ള നീഗ്രോസ് ഇവിടെ നിന്നാൽ ഒരിക്കലും ഫ്രീഡമോ ഇൻഡിപെൻഡൻസോ സെൽഫ് റെസ്പെക്റ്റോ ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് ഗാർവി വിശ്വസിച്ചിരുന്നു. ഏൾ ലിറ്റിലും അതേ അഭിപ്രായം തന്നെയായിരുന്നു. Garvey was of the opinion that blacks should return to their native roots in Africa, and Little tried to preach this idea whenever it is possible. The preaching of Earl Little gained him many enemies. According to Malcolm, Garvey was seen as the most controversial black man on earth. Later in life, Malcolm can be seen preaching on this very idea. Thus, it then seems apparent that Malcolm silently supported his father. തങ്ങളുടെ നേറ്റീവ് ലാൻഡായ ആഫ്രിക്കയിലേക്ക് മടങ്ങി പോകണം എന്ന അഭിപ്രായമായിരുന്നു മാർക്കസ് ഗാർവേയുടേത്. ഏൾ ലിറ്റിൽ ഇക്കാര്യം അദ്ദേഹം പ്രീച്ചിങ്ങിന് പോകുന്നിടത്തൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് എനിമീസും ഉണ്ടായിരുന്നു. നമ്മുടെ ഓഥറായ മാൽക്കം എക്സിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ബ്ലാക്ക് പീപ്പിൾസിന്റെ ഇടയിൽ തന്നെയുള്ള ഒരു വിവാദ നായകനാണ് മാർക്കസ് ഗാർവേ. മാൽക്കം എക്സിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പ്രചരിപ്പിച്ചതും ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുമൊക്കെ മാർക്കസ് ഗാർവേയുടെ ആശയങ്ങൾ തന്നെയായിരുന്നു എന്ന്. അതായത് മാൽക്കം എക്സിന്റെ ചൈൽഡ്ഹുഡിൽ തന്നെ അദ്ദേഹം തന്റെ ഫാദറിന്റെ വ്യൂസിനെയും അഭിപ്രായത്തിനെയും ഒക്കെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Now let's see more about Reverend Earl Little and his family. Reverend Earl Little was only Little in his name, but actually he was very big, tall, and an outspoken black man. He had only one eye. He was from Reynolds, Georgia, where he stopped schooling at about 3rd or 4th grade. He was a big fan of Marcus Garvey and would pass on his teaching to those around him.
ലിറ്റിൽ എന്നത് അദ്ദേഹത്തിൻ്റെ നെയിമിൽ മാത്രമായിരുന്നു. അദ്ദേഹം അപ്പിയറൻസിൽ നല്ല വണ്ണവും പൊക്കവും അതുപോലെ തന്നെ ഔട്ട് സ്പോക്കൺ ഒക്കെ ആയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് മാത്രമേ കാഴ്ചയുണ്ടായിരുന്നുള്ളൂ. ജോർജി എന്ന കൺട്രിയിൽ റെയ്നോൺസ് എന്ന പ്ലേസ് ആയിരുന്നു ഏൾ ലിറ്റിലിൻ്റെ സ്വദേശം. കാര്യമായ എഡ്യൂക്കേഷൻ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. പക്ഷേ മാർക്കസ് ഗാർവിയുടെ ടീച്ചിങ്സ് തന്നെ കൊണ്ട് സാധിക്കുന്നിടത്തോളം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. Earl Little and his wife Lucy had 8 children. Earl Little was a violent man at home. Earl Little's wife Lucy was educated, but he was not. So he would beat her regularly. He would also beat his children, but he rarely attacked Malcolm. But Malcolm was beaten by his mother. ഏൾ ലിറ്റിലിനും അദ്ദേഹത്തിൻ്റെ വൈഫ് ലൂസിക്കും 8 ചിൽഡ്രൻസ് ആയിരുന്നു. വീടിന് പുറത്ത് ഏൾ ലിറ്റിൽ മാന്യനും സൗമ്യനും ഒക്കെ ആയിരുന്നെങ്കിലും വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. ലൂസിക്ക് ഏൾ ലിറ്റിലിനെക്കാളിലും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ആ കോംപ്ലക്സ് ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും രണ്ടുപേരും തല്ലുകൂടുന്ന പതിവായിരുന്നു. ഏൾ ലിറ്റിൽ തൻ്റെ ഭാര്യയും കുട്ടികളെയും നന്നായി തല്ലുമായിരുന്നു. എന്നാൽ മാൽക്കം എക്സിനെ തല്ലില്ലായിരുന്നു. മാൽക്കം എക്സിന് തല്ല് കിട്ടുന്നത് മുഴുവൻ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരുന്നു. Now let's see more about Malcolm's mother Lucy. Malcolm's mother was born in Grenada and looked like a white woman as her father had been a white. She had a straight black hair and her accent did not sound like a Negro's. She was ashamed of her father even though she had never seen him. She also did not like her skin color as she most likely identified it with black in her. മാൽക്കം എക്സിൻ്റെ മദർ ലൂസി ഗ്രനേഡ എന്ന പ്ലേസിലായിരുന്നു ജനിച്ചത്. അവരെ കണ്ടാൽ ഒരു വൈറ്റ് വുമൻ്റെ അപ്പിയറൻസ് ആയിരുന്നു. ബിക്കോസ് അവരുടെ അച്ഛനൊരു വൈറ്റ് മാൻ ആയിരുന്നു. ലൂസിക്ക് നല്ല സ്ട്രെയിറ്റ് ബ്ലാക്ക് ഹെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അൺലൈക്ക് ദി ബ്ലാക്സ്. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന ആക്സെൻറ്റ് പോലും നീഗ്രോസിനെ പോലെ ആയിരുന്നില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും തൻ്റെ ഫാദറിനെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ സ്കിൻ കളറും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ബ്ലാക്സിൽ ഒരുവളായിട്ട് ജീവിക്കാനായിരുന്നു താല്പര്യം. ദിസ് മോസ്റ്റ് ലൈക്ലി ഹാപ്പൻ ബിക്കോസ് ഷി വാസ് ബോൺ ഔട്ട് ഓഫ് എ റേപ്പ് ആൻഡ് ഹർ മദർ വാസ് ദ വിക്ടിം. ഷി പാസ്ഡ് ഓൺ ഹർ കളറിംഗ് ടു മാൽക്കം എക്സ്. ഹി ഓൾസോ ഹാഡ് റെഡിഷ് ബ്രൗൺ ഹെയർ ലൈക്ക് ഹർ ഫാദർ. ലൂസിക്ക് ഇങ്ങനൊരു അപ്പിയറൻസ് കിട്ടാൻ കാരണം അവളുടെ ഫാദർ ഒരു വൈറ്റ് മാൻ ആയതുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബട്ട് ദാറ്റ് വാസ് എ റേപ്പ്. വൈറ്റ് പീപ്പിളിൻ്റെ ഇത്തരം ക്രൂവൽറ്റീസിന് വിക്ടിം ആകേണ്ടി വന്നവരിൽ ഒരാളായിരുന്നു ലൂസിയുടെ അമ്മ. മാൽക്കം എക്സിനും ഈ നിറം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ തലമുടിക്ക് റെഡിഷ് ബ്രൗൺ കളറായിരുന്നു, ലൂസിയുടെ ഫാദറിനെ പോലെ. Now let's move to the story. The story begins before Malcolm was born with the Ku Klux Klan raid on his family home in Omaha looking for Earl Little. His mother Lucy Little was pregnant with Malcolm at that time. When they found he was not there, the crowd threatened and warned her to get out of the town as her husband is spreading the teachings of Marcus Garvey. The Klansmen break every window of the house and then ride off. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് മാൽക്കത്തിൻ്റെ ജനനത്തിന് മുമ്പുള്ള ഒരു ഇൻസിഡൻറ്റ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ്. ഒരു ദിവസം കുക്ലുക്സ് ക്ലാനിൽപ്പെട്ട കുറച്ച് അക്രമികൾ ഏൾ ലിറ്റിലിനെ തേടി അവരുടെ വീട്ടിലെത്തി. അപ്പോഴിവിടെ ലൂസി ലിറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മാൽക്കം എക്സിനെ ഗർഭം ധരിച്ചിരുന്ന ടൈമായിരുന്നു. ഏൾ ലിറ്റിൽ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയ അക്രമികൾ ലൂസിയെ ഭീഷണിപ്പെടുത്തി. ഏൾ ലിറ്റിൽ മാർക്കസ് ഗാർവിയുടെ ടീച്ചിങ്സ് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാനായിരുന്നു അവർ അവിടെ എത്തിയത്. ഇനിമേൽ ഇവിടെ കണ്ടുപോകരുതെന്നും ഈ ടൗൺ വിട്ടു പോകണമെന്നും അവർ ലൂസിക്ക് വാണിംഗ് കൊടുത്തു. അവർ പോകുന്നതിന് മുമ്പ് വീട്ടിലെ ജനലുകളൊക്കെ എറിഞ്ഞുടക്കുകയും ചെയ്തിരുന്നു. Enraged by this incident, Earl Little decided to move his family to Lansing, where he buys a house and continued his preaching. Malcolm remembers being awakened suddenly one night and snatched into frightening confusion of pistol shots and shouting and smoke and flames. 2 white men had set fire to the house. Earl Little had shouted and then shot at them, but they ran away. ഈ സംഭവം ഏൾ ലിറ്റിലിനെ ആകെ ദേഷ്യം പിടിപ്പിച്ചു. അവിടെ നിന്ന് ലാൻസിംഗ് എന്ന പ്ലേസിലേക്ക് അദ്ദേഹം ഫാമിലിയെ മാറ്റി. ലാൻസിംഗിൽ ഒരു വീട് വെച്ചു. ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ പ്രീച്ചിങ്ങുമായി ഏൾ ലിറ്റിൽ നടന്നു. അങ്ങനെ ഒരു ദിവസം ആരൊക്കെയോ ഷൗട്ട് ചെയ്യുന്നതിൻ്റെയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ശബ്ദം കേട്ട് മാൽക്കം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. 2 വെള്ളക്കാരായ മനുഷ്യർ തങ്ങളുടെ വീടിന് തീ വയ്ക്കുന്നത് കണ്ടു. ഇത് കണ്ട് ഏൾ ലിറ്റിൽ ഷൗട്ട് ചെയ്തു. അവർക്ക് നേരെ വെടിവെച്ചു. ബട്ട് അപ്പോഴേക്കും അവർ ഓടിപ്പോയിരുന്നു. The family was stumbling over each other trying to get out of the house. The family managed to get away, but the house was burnt to the ground. Later, Earl builds a new house, slightly further out of the town. This incident is significant in the sense that it shows how much of the white supremacy existed in that period. എങ്ങനെയൊക്കെയോ കത്തിയെരിയുന്ന വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തു കടന്നു. ബട്ട് വീട് കംപ്ലീറ്റ്ലി കത്തി നശിച്ചു. ടൗണിൽ നിന്നും കുറച്ച് മാറി പിന്നീട് വീണ്ടും ഏൾ ലിറ്റിൽ പുതിയൊരു വീട് വെച്ചു. ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ അക്കാലത്ത് വൈറ്റ് സുപ്രീമസി എത്ര കണ്ട് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്ലാക്സ് എത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ചു എന്നും. Malcolm has memories of his father preaching in various churches, full of emotions as he led the service. The other image Malcolm has of his father, Earl, is of him leading meetings, spreading Marcus Garvey's philosophy. Seeing his father as the leader of these intelligent, down-to-earth meetings with their serious politics always made Malcolm more proud than when he saw him as a preacher. His leadership role in Malcolm's eyes confirmed that his father was a tough man. തൻ്റെ ഫാദർ ചർച്ചുകളിൽ പ്രീച്ചിങ്സ് നടത്തിയിരുന്നതിൻ്റെ ഓർമ്മകൾ മാൽക്കം എക്സിൻ്റെ മെമ്മറീസിലുണ്ട്.
ഫുൾ ഇമോഷൻസോടെയായിരുന്നു അദ്ദേഹം ഈ സർവീസിൽ ഏർപ്പെട്ടിരുന്നത്. ഫാദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തെളിയുന്ന മറ്റൊരു ഇമേജ് മാർക്കസ് ഗാർവേയുടെ ഫിലോസഫി സ്പ്രെഡ് ചെയ്യുന്നവരുടെ ലീഡറിൻ്റെതാണ്. ചർച്ചിലെ പ്രീച്ചറിനേക്കാളും ഗാർവേയുടെ ഫിലോസഫി സ്പ്രെഡ് ചെയ്യുന്ന ആ ലീഡർഷിപ്പ് റോൾ ഹാൻഡിൽ ചെയ്യുന്ന തൻ്റെ ഫാദറിനെയായിരുന്നു മാൽക്കമിന് കൂടുതൽ ഇഷ്ടം. മാൽക്കത്തിൻ്റെ കണ്ണുകളിൽ എപ്പോഴും അച്ഛനോടുള്ള ആരാധനയുണ്ടായിരുന്നു. ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ഒരു ടഫ് മാൻ ആണെന്ന് പലപ്പോഴും മാൽക്കത്തിന് തോന്നിയിട്ടുമുണ്ട്. Meanwhile, his mother Lucy had the enormous task of caring for home and its 8 children. Often while arguing with their father about her dietary restrictions, she refused to eat pork and rabbit. Unlike Earl, she frequently beat Malcolm, and he suspects this was precisely because of his lighter skin. She unconsciously despised him because he resembled his grandfather's skin tone. But Malcolm often escaped harsh punishment by crying loudly so as to alarm the neighbors and embarrass Lucy. ഇതേസമയം ലൂസിക്കായിരുന്നു വീട് നോക്കുന്നതിൻ്റെയും കുട്ടികളെ നോക്കുന്നതിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. മിക്കവാറും ഭക്ഷണ കാര്യങ്ങളെ ചൊല്ലിയായിരിക്കും ലൂസിയും ഏൾ ലിറ്റിലും തമ്മിൽ വഴക്കൂടുന്നത്. ലൂസിക്ക് ഏൾ ലിറ്റിൽ കഴിക്കുന്ന പോലെ റാബിറ്റും പോർക്കും ഒന്നും കഴിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. മാൽക്കം എക്സിനെ അമ്മ മിക്കവാറും തല്ലുമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. മാൽക്കം എക്സ് വിചാരിക്കുന്നത് തൻ്റെ വെളുത്ത നിറം കാണുമ്പോഴൊക്കെ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛനെ ഓർമ്മ വരുന്നുണ്ടാവും. ആ ദേഷ്യം മുഴുവനാണ് തൻ്റെ മേൽ തീർക്കുന്നത് എന്നായിരുന്നു. മിക്കപ്പോഴും ഈ തല്ലിൽ നിന്ന് എസ്കേപ്പ് ആവാൻ മാൽക്കം എക്സ് ഉച്ചത്തിൽ നിലവിളിച്ച് കരയുമായിരുന്നു. അയലത്തുകാർ അറിയുമല്ലോ എന്ന് കരുതി ലൂസി അവനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. At the age of 5, Malcolm began going to school with his other siblings. The schools were integrated, but nobody made a big deal about it. There weren't enough African Americans in the area for it to really matter or for there to be an alternative. And while he did receive racial slurs, Malcolm writes that they were not said as an insult. മാൽക്കം എക്സിന് 5 വയസ്സുള്ളപ്പോൾ അവിടുത്തെ ഒരു സ്കൂളിൽ ചേർത്തു. തൻ്റെ സഹോദരങ്ങളോടൊപ്പം മാൽക്കം സ്കൂളിൽ പോയിരുന്നു. വൈറ്റ് പീപ്പിളിൻ്റെ കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു അത്. ബ്ലാക്സിന് വേണ്ടി മാത്രം സ്കൂൾസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രയ്ക്കുള്ള ബ്ലാക്ക് പീപ്പിളൊന്നും അവർ താമസിക്കുന്ന ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ബ്ലാക്ക് ചിൽഡ്രനെ മറ്റു കുട്ടികൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. ഡാർക്ക് നീഗർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. One afternoon in 1931, Earl and Lucy are fighting over whether or not she will cook a rabbit for dinner. After killing the rabbit and throwing it at her feet, Earl went out of the house in anger. Lucy had a vision of her husband's end. She ran outside, calling after him, but he merely waves and walks on. ഒരു ദിവസം, അതായത് 1931 ഒരു ആഫ്റ്റർനൂൺ, മാൽക്കം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അച്ഛനും അമ്മയും വഴക്കടിക്കുന്നത് കണ്ടു. ഡിന്നറിന് റാബിറ്റിനെ കുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതായിരുന്നു അന്നത്തെ വിഷയം. ലാസ്റ്റ് റാബിറ്റിനെ കൊന്ന ശേഷം ലൂസിയുടെ കാൽക്കലേക്ക് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞിട്ട് ഏൾ ലിറ്റിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ലൂസിക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ മരണത്തെക്കുറിച്ച് മനസ്സിലൊരു വിഷൻ ഉണ്ടായി. ഏൾ ലിറ്റിലിനെ തിരികെ വിളിക്കാൻ അവർ ശ്രമിച്ചു. ബട്ട് അത് കേട്ട ഭാവം പോലും കാണിക്കാതെ ദേഷ്യത്തിൽ അദ്ദേഹം നടന്നകന്നു. ലൂസി പേടിച്ചതുപോലെ അത് ഏൾ ലിറ്റിലിൻ്റെ അവസാനത്തെ പോക്കായിരുന്നു. He did not return by the children's bedtime. Malcolm awakens to the sound of Lucy screaming. Earl has been run over by a streetcar. The black community, however, whispers that this was not an accident, but rather murder by the Black Legion. Not only he was run over, but he had been badly beaten too. അന്ന് രാത്രി ഒരുപാടായിട്ടും ഏൾ ലിറ്റിൽ വീട്ടിലേക്ക് വന്നില്ല. കുട്ടികൾ കിടക്കുന്ന നേരമാവുമ്പോഴേക്കും സാധാരണയായി വീട്ടിൽ വരാറുള്ള ആളായിരുന്നു. ഫാദറിനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയ മാൽക്കം ലൂസിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് ഞെട്ടിയുണർന്നു. ഏൾ ലിറ്റിൽ ഒരു കാർ തട്ടി മരിച്ചു അത്രേ. അത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല, ബട്ട് ഒരു കൊലപാതകമാണ് എന്ന് ബ്ലാക്ക് കമ്മ്യൂണിറ്റി മുഴുവൻ അടക്കം പറഞ്ഞിരുന്നു. കാർ ഓടിച്ച് കയറ്റുക മാത്രമല്ല, അതിനു മുമ്പ് വളരെ മോശമായ രീതിയിൽ തല്ലിയതിൻ്റെയും വെട്ടിയതിൻ്റെയും ഒക്കെ പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഏൾ ലിറ്റിലിൻ്റെ മരണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ ഫാമിലി റിയൽ പ്രോബ്ലംസ് ഫേസ് ചെയ്തു തുടങ്ങിയത്. ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ് ലേറ്റർ ഇൻ പാർട്ട് ബി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ക്ലാസ്. ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ്. ഫീഡ്ബാക്സ് തീർച്ചയായും അറിയിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്.